നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ചങ്കിടിപ്പേറുന്നു. കൂട്ടലും കുറയ്ക്കലുമായി മുന്നണികൾ സമയം തള്ളി നീക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടാതെ PV അൻവറും കാത്തിരിക്കുകയാണ്. അൻവർ പിടിക്കുന്ന വോട്ടായിരിക്കും മണ്ഡലത്തിൽ വിധി നിർണയിക്കുക എന്നതിനാൽ എല്ലാ കണ്ണുകളും അൻവറിലേക്ക് തന്നെയാണ്. തിങ്കളാഴ്ച ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുക. 263 പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ച് സീൽ ചെയ്ത മുറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 14 ടാബിളുകളും പോസ്റ്റൽ ബാലറ്റ്, സർവീസ് വോട്ട് എന്നിവ എണ്ണുന്നതിന് 5 ടാബിളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 29 വീതം കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ, കൗണ്ടിംഗ് സ്റ്റാഫ് എന്നിവരെയും 7 AROമാരും ഉൾപ്പെടെ ആകെ 123 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിന് നിയോഗിച്ചത്. വോട്ടെടുപ്പിന് ശേഷം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ച വോട്ടിംഗ് സാമഗ്രികൾ രാഷ്ട്രീയ പ്രതിനിധികൾ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്കൂളിലെ സ്ട്രോങ് റൂമിൽ പൂട്ടി സീൽ ചെയ്തത്. സ്കൂളിൽ കേന്ദ്രസേന, സംസ്ഥാന സായുധ സേന, സംസ്ഥാന പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് തിരിച്ച് ഭൂരിപക്ഷം പറയുമ്പോഴും UDF ക്യാമ്പും അൻവർ പിടിക്കുന്ന വോട്ടിൽ ആശങ്കയിലാണ്. താൻ ജയിക്കുമെന്ന അവകാശവാദം തുടരുകയാണ് PV അൻവർ. സ്വരാജ് ജയിക്കുമെന്ന് പറയുമ്പോഴും വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറയാൻ LDFും തയ്യാറല്ല. ചില പഞ്ചായത്തുകൾ നിർണായകമാകും. കനത്ത പോളിംഗ് ചൂണ്ടിക്കാട്ടുന്നത് ജനങ്ങൾ ഏതോ ലക്ഷ്യത്തോടെ പോളിംഗ് ബൂത്തിൽ എത്തിയെന്നാണ്. ഭരണവിരുദ്ധ വികാരമാണോ സർക്കാരിന് അനുകൂലമായ പോളിംഗ് ആണോ നടന്നതെന്ന് അറിയാനുള്ളൂ. അമരമ്പലം പഞ്ചായത്തിൽ ഉയർന്ന ലീഡ് നേടി വിജയത്തിലേക്ക് കടക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. PV അൻവർ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2021 1492 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ പഞ്ചായത്തിൽ ഇത്തവണ അതിനേക്കാളേറെ ഭൂരിപക്ഷം നേടുമെന്നാണ് വിലയിരുത്തൽ. കരുളായി പഞ്ചായത്തും ഇടതിനെ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. 2021 കിട്ടിയ 1446 വോട്ടിന്റെ ലീഡ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്വരാജ് ഇറങ്ങിയതോടെ ഭൂരിപക്ഷം കൂടുമെന്നാണ് പ്രതീക്ഷ. പോത്തുകല്ലിലും നിലമ്പൂർ നഗരസഭയിലും ഇടതുമുന്നണി ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ലീഡ് പ്രതീക്ഷിക്കുന്ന UDF അവസാനം വരെ അത് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. എണ്ണിത്തുടങ്ങുന്ന വഴിക്കടവ് പഞ്ചായത്ത് UDFനു ലീഡുള്ള പഞ്ചായത്താണ്. UDFന് മേൽക്കൈയുള്ള മേഖലയിൽ 2021 അൻവർ പിടിച്ചത് 35 വോട്ടിന്റെ ലീഡായിരുന്നു. ഇത്തവണ UDF ഇവിടെ 1000 വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷിക്കുന്നത്. മൂത്തേടം പഞ്ചായത്താണ് UDF ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന പഞ്ചായത്ത്. 2021 UDFന് പഞ്ചായത്തിൽ കിട്ടിയത് 2331 വോട്ടിന്റെ ലീഡാണ്. ഇത്തവണ എന്തായാലും ലീഡ് 2500 കടക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. എടക്കര, ചുങ്കത്തറ പഞ്ചായത്തിലും ആര്യാടൻ ഷൗക്കത്ത് ലീഡ് കൂട്ടുന്നതോടെ സുരക്ഷിതമായ ജയം ഉറപ്പെന്ന് പറയുന്നുണ്ട്. UDF കേന്ദ്രമായ വഴിക്കടവിൽ തുടങ്ങി LDF കോട്ടയായ അമരമ്പലത്ത് വോട്ടെണ്ണി തീരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ഗ്രാഫ് ഉയരുന്നതും താഴുന്നതും നെഞ്ചിടിപ്പേറ്റുന്ന കാഴ്ചയായിരിക്കും. PV അൻവർ ഫാക്ടർ എന്തായിരിക്കുമെന്നതാണ് വോട്ടെണ്ണൽ ദിവസത്തെ സുപ്രധാന ചോദ്യം. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവായിരിക്കും ഈ ഫലം എതിരായാൽ UDFന്റെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ അതിരുകൾ മാറുമെന്ന് ഉറപ്പാണ്. തിരിച്ചടി നേരിട്ടാൽ ഭരണ തുടർച്ചയെന്ന സ്വപ്നത്തിൽ ഇടതുമുന്നണിക്ക് അത് കല്ലുകടിയായിരിക്കും.